യോഹന്നാൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 35 മുതലുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 35 മുതലുള്ള വേദഭാഗങ്ങൾ. കാണാത്തവർ കാൺമാനും കാണുന്നവർ കുരുടർ ആകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. അവനോടുകൂടിയുള്ള ചില പരീശന്മാർ ഇത് കേട്ടിട്ട്, ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾ കുരുടരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപം ഇല്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മക്കളെ, പ്രാർത്ഥനയോടുകൂടി ഈ വചനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഇവിടെ പ്രതിപാദിക്കുന്ന ഒരു വിഷയം ആത്മീയ അന്ധത എന്നുള്ള ഒരു വിഷയമാണ്. സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, ആത്മീയ അന്ധത എന്നുള്ള ഒരു ഭാഗമാണ് ഈ ഒരു വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാം പരിചയം ഉള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇവനാണോ ഇവൻ്റെ അമ്മയപ്പന്മാരാണോ പാപം ചെയ്തത്? അപ്പം കർത്താവ് പറയുക, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ അല്ല, മറിച്ച് ഇവനിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ 3-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതിന് യേശു അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന് അത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നോക്കുക, പ്രാരംഭമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ മനുഷ്യൻ കുരുടനായിട്ട് പിറന്നു. അപ്പോൾ കുരുടൻ എന്ന് പറയുമ്പോൾ തന്നെ ആമേൻ, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം, പരീശരെ സംബന്ധിച്ചിടത്തോളം ആമേൻ, ഒരു മനുഷ്യൻ ആമേൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെയുള്ള ആമേൻ ജനനങ്ങൾ സംഭവിക്കുന്നത് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, ഇവനാണോ പാപം ചെയ്തത് അതോ ഇവൻ്റെ അമ്മയപ്പന്മാരാണോ പാപം ചെയ്തത്? എന്നാൽ കർത്താവിന് പറയാനുള്ളത് എന്താണ്? ഇവങ്കൽ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇതുപോലെ തന്നെയുള്ള വേദഭാഗങ്ങൾ തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. ലാസർ മരിക്കാറായപ്പോഴത്തേന് ആമേൻ യേശുവിൻ്റെ അടുക്കലേക്ക് ആമേൻ പ്രൈസ് ദി ലോർഡ് മാർത്തയും മറിയയും ചിലരെ പറഞ്ഞു വിടുമ്പോൾ ആമേൻ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, അവൻ മരിക്കാറായി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ രോഗം മരണത്തിനല്ല, മറിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ശിമോൻ പത്രോസിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ, പരിചയമുള്ളവർ, പരിചയ സമ്പത്ത് ഉള്ളവര് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ശൂന്യമായിട്ടിരിക്കുമ്പോൾ ആമേൻ, ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ ശൂന്യത അവൻ്റെ ജീവിതത്തിൽ വന്ന്, ഹല്ലേലൂയ, അല്ലെങ്കിൽ ആ ശൂന്യത അവൻ്റെ ജീവിതത്തിൽ അനുവദിച്ചിട്ട് ആമേൻ അവൻ്റെ ഹൃദയത്തോട് ഹൃദ്യമായിട്ട് കർത്താവ് സംസാരിക്കുകയാ ചെയ്യുന്നത്. അത് അവൻ്റെ ആത്മീയ ജീവിതത്തിനൊരു വലിയ വിടുതലിന് കാരണമായി തീർന്നുവെന്ന് ദൈവവചനത്തിനകത്ത് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിനകത്ത് കഷ്ടതകൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിനകത്ത് പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, അത് രോഗമാകട്ടെ, ഏതെങ്കിലും സാഹചര്യങ്ങളാകട്ടെ, ആമേൻ, ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിനകത്ത് ആമേൻ നിരാശ തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിനകത്ത് ഈ കഷ്ടത വരുന്നത്? എൻ്റെ ജീവിതത്തിൽ മാത്രം ഈ പ്രതിസന്ധി എന്താണ്? ഹല്ലേലൂയ എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ആമേൻ, ഈ രോഗമാകട്ടെ, ഈ സാഹചര്യമാകട്ടെ, ആമേൻ, ഇത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്ന ഏത് സാഹചര്യത്തിൻ്റെ നടുവിലോ എൻ്റെ ദൈവത്തിൻ്റെ നിയന്ത്രണം ഉള്ളത് കൊണ്ട് ആമേൻ, സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിന് നമ്മളോട് വീണ്ടും ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ആമേൻ, അത് വെറുതെ വന്നതല്ല. അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരുമെന്ന് വചന ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഇവിടെ കുരുടനായ മനുഷ്യന് സൗഖ്യമുണ്ടായി എന്ന് പറയുമ്പോൾ ആമേൻ, ഇവൻ്റെ അനുസരണത്തിൻ്റെ ഒരു പ്രവൃത്തി നമുക്ക് കാണാൻ പറ്റുന്നു.
കാണുന്നുണ്ട്. പ്രൈസലോ. ലാസർ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ കല്ലുരുട്ടി മാറ്റുന്ന അനുസരണത്തിന്റെ ഒരു പ്രവൃത്തി കാണുന്നുണ്ട്. പ്രൈസലോ. ശിമോൻ പത്രോസിന്റെ ജീവിതത്തിനകത്ത് ശൂന്യത മാറി ദൈവപ്രവൃത്തിയിലേക്ക് അവൻ നടത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ അനുസരണത്തിന്റെ വലയിറക്കുന്ന ഒരു പ്രവൃത്തി കാണുന്നുണ്ട്. പ്രൈസലോ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ചില സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിട്ടിട്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളിൽ നിന്ന് വെളിപ്പെടേണ്ടത് വിശ്വാസത്തിന്റെ അനുസരണത്തിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നു? ആമേൻ. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വിശ്വാസത്തിന്റെ, ഹല്ലേലൂയ, ആമേൻ, ഒരു പ്രവൃത്തിയാണെന്ന് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എവിടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുവോ അവിടെ ദൈവത്തിന്റെ വിടുതൽ കാണുവാൻ ഇടവന്നു. പ്രൈസലോ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഹൃദയമായിട്ട് ഓരോ ഹൃദയങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ആ മനസ്സിൽ നിന്ന് ആ നിരാശ പുറത്തു കളഞ്ഞിട്ട് ഹൃദയത്തിനകത്ത് വിശ്വാസത്തിൽ ഒന്ന് നിറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് വിശ്വാസത്തിൽ വാതുറന്ന് പറഞ്ഞാട്ടെ, ആമേൻ, ഈ കഷ്ടത, ആമേൻ, അത് തകർച്ചയ്ക്ക് വേണ്ടിയുള്ളതല്ല, അത് നഷ്ടത്തിന് വേണ്ടിയുള്ളതല്ല, അത് നിരാശപ്പെടേണ്ടതിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് എൻ്റെ ദൈവത്തിന്റെ നാമം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാ ദൈവം തന്നിരിക്കുന്ന അവസരങ്ങളാണ്. നന്ദിയുള്ള ഹൃദയത്തോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ അതിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോ ദൈവത്തിന്റെ വിടുതലുകളെ കാണുവാൻ ഇടവരുമെന്ന് വചന ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസലോ. ഹല്ലേലൂയ. ദൈവമക്കളെ, അവിടെ ഒരു വിടുതൽ ഉണ്ടാകുന്നത് കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. വിടുതൽ ഉണ്ടായപ്പോൾ ആമേൻ, പ്രൈസലോ, യഹൂദന്മാരും പരീശന്മാരും ഒക്കെ അടുത്തു വരികയാണ്. പ്രൈസലോ. ഇനി ഈ വിടുതലിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നമുക്ക് വചനത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് ആമേൻ കാണുവാൻ കഴിയുന്നത്. അതൊരു ശബത്ത് ദിവസമായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ ആമേൻ, പ്രൈസലോ, പ്രതിപാദ്യ വിഷയം അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആത്മീയ അന്ധത എന്നുള്ളതാണ്. പ്രൈസലോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ആമേൻ, ഒരുവൻ എന്ത് ചെയ്തു? വിശ്വാസത്താൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു, ഒരു വിടുതൽ കണ്ടു. ആ വിടുതൽ, ആമേൻ, പ്രൈസലോ, സമൂഹത്തിന്റെ നടുവിലേക്ക് വന്നപ്പോൾ ആ സമൂഹം ചിന്തിക്കുന്ന ചില ചിന്തകൾ, അവർ പറയുന്ന ചില വാചകങ്ങൾ, വാക്കുകൾ തിരുവചനത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കണം. വളരെ വേഗത്തിൽ ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിച്ചാട്ട് 9-ാമത്തെ അധ്യായം 16-ാമത്തെ വേദഭാഗം. പ്രൈസലോ. 9:16. പരീശന്മാരിൽ ചിലർ ഈ മനുഷ്യന് ശബത്ത് പ്രമാണിക്കായിക കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ പാപിയായൊരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. പ്രൈസലോ. അപ്പൊ നോക്കുക ദൈവമക്കളെ, പരീശന്മാര് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. പരീശന്മാർ പറയുന്ന ഒരു കാര്യം, ഇവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവന് അല്ല. പ്രൈസലോ. ഹല്ലേലൂയ. ഇനി അതിൻ്റെ 18-ാമത്തെ വാക്യം, കാഴ്ച പ്രാപിച്ചവൻ്റെ അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാര് വിശ്വസിച്ചില്ല. ആമേ, പ്രൈസലോ. യേശു കർത്താവിൽ വിശ്വസിച്ചിട്ട് അവൻ്റെ ജീവിതത്തിനകത്തൊരു സൗഖ്യമുണ്ടായി. ആ സൗഖ്യം സമൂഹത്തിൻ്റെ നടുവിലേക്ക് വന്നപ്പോൾ അവൻ പറഞ്ഞ കാര്യം ആര് വിശ്വസിച്ചില്ല? പരീശന്മാർ വിശ്വസിച്ചില്ല. എപ്പോൾ വരെ വിശ്വസിച്ചില്ല? അവൻ്റെ അമ്മയപ്പന്മാർ വന്നിട്ട് ഇവൻ കാഴ്ചയില്ലാതെ ജനിച്ചവനാണെന്നും ഇവന് കാഴ്ച ലഭിച്ചു എന്നുള്ള കാര്യം, ആമേ, പ്രൈസലോ, അറിയുവോളം അവരെന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. ഒന്ന്, ആമേൻ, യേശു ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു എന്ന് അവര് വിശ്വസിച്ചില്ല. രണ്ട്, ഇവിടെ കാണുവാൻ കഴിയുന്നത് അവന് ലഭിച്ച സൗഖ്യത്തിനകത്ത് അവരെന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. പ്രൈസലോ. ഇനി 24-ാമത്തെ വേദഭാഗം നമ്മൾ വായിച്ചു വരുമ്പോ, കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക
ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഒന്ന്, അവൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു എന്നവർ വിശ്വസിച്ചില്ല. യേശുവിലൂടെ ലഭിച്ച വിടുതലിനകത്ത് അവർ വിശ്വസിച്ചില്ല. ആമേൻ. മൂന്നാമതായിട്ട് എന്താ പറയുന്നത്? അവനൊരു പാപിയാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ അവർ നിന്ദിക്കുന്നതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി 4-ാമത്തെ വാക്യം, അതിൻ്റെ 29-ാമത്തെ വാക്യം, മോശയോട് ദൈവം സംസാരിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് എന്ന് അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ പറയുക, മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ ഇവൻ എവിടെ നിന്ന് വന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആത്മീയ അന്ധത എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അറിവുള്ളവര്, അവര് ദൈവിക സത്യങ്ങളെ അറിയുന്നവരെന്ന് സ്വയമായിട്ട് അഭിമാനിക്കുന്നവര്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ആമേ കടന്നു വന്ന സുപുത്രനായ യേശുവിനെ, മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന സർവശക്തനായ ദൈവത്തെ തന്നെ അവര് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന അവരുടെ മശിഹയെ തന്നെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ ആത്മീയ അന്ധതയെ കാണിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പറയുന്നതിൻ്റെ ആശയം മനസ്സിലാകുന്നു? ഹല്ലേലൂയ. അവര് ന്യായപ്രമാണത്തിൽ നിന്ന് വായിച്ചും അവര് പ്രതീക്ഷിച്ചതുമായ മശിഹ അവരുടെ മുമ്പിലേക്ക് വന്നു നിൽക്കുമ്പോൾ ആ മശിഹയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നുവെന്നോ അവൻ ചെയ്ത അത്ഭുതങ്ങൾ ആമേൻ അത് ദൈവികമായിട്ടുള്ള അത്ഭുതങ്ങളാണെന്നോ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അവനിലുള്ള ആമേൻ ദൈവികതയോ അവർക്ക് അംഗീകരിക്കുവാൻ പറ്റാതെ അവനൊരു പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ, പ്രൈസ് ദി ലോർഡ്, അവനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിനകത്ത് കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആമേൻ ഈ കണ്ണ് കാണാൻ മേലാത്ത വ്യക്തിക്ക് ആമേൻ കാഴ്ച, ഭൗതികമായ കാഴ്ച മാത്രമല്ല ലഭിച്ചത്. വീണ്ടും കർത്താവ് അവനെ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. അപ്പോൾ അവനോട് പറയുകയാ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നിന്റെ മുമ്പിൽ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ആ യേശു കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവന് ആമേൻ, പ്രൈസ് ദി ലോർഡ്, അവനെ ആരാധിക്കുന്നതാണ് തിരുവചനത്തിനകത്ത് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കണ്ണ് കാണാൻ മേലാത്ത വ്യക്തിയെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാട്ടെ. ഇവന് സൗഖ്യം ലഭിക്കുമ്പോൾ ഇത് ആരാണെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല. ഒരുവൻ വന്നു, യേശു എന്ന് പറയുന്ന ഒരുവൻ വന്നു, ആമേൻ, ചേറ് പുരട്ടി എന്നോട് ശിലോഹാം കുളത്തിൽ പോയി കഴുകാൻ പറയുന്നു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. ആമേൻ. പിന്നീട് അവനോട് ചോദിക്കുക, ഇതാരാ? പ്രൈസ് ദി ലോർഡ്. അവനൊരു പ്രവാചകനായിരിക്കും. ഹല്ലേലൂയ. നോക്കിക്കേ, അവന് ലഭിക്കുന്ന ആ വെളിച്ചം നോക്കിയാട്ടെ. അവൻ പറയുക, ഇവനൊരു പ്രവാചകനായിരിക്കും. ആമേൻ. മറ്റു പരീശന്മാർ പറയുന്നു, ഇതൊരു പാപി, ഇവനൊരു പാപിയാണെന്ന് പറയുമ്പോൾ അവൻ പാപിയാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കുരുടനായിരുന്നു, എന്നാൽ എനിക്ക് കാഴ്ച ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവനൊരു പ്രവാചകനായിരിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു തിരിച്ചറിവുണ്ട്. ആമേൻ. ഞാൻ കുരുടനായിരുന്നു, എനിക്ക് കാഴ്ച ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ പിന്നെയും പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 33-ാമത്തെ വാക്യത്തിനകത്ത്, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവൻ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ ഒരു കാര്യം കൂടെ വിശ്വസിക്കുകയാ. ആമേൻ, നീ എൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ കണ്ണുകളിൽ ഹല്ലേലൂയ ചേറ് പുരട്ടി ആമേൻ എന്നെ സൗഖ്യമാക്കിയത് ആമേൻ ഒരു പ്രവാചകൻ മാത്രമല്ല, അവൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവന് കിട്ടുന്ന വെളിച്ചം ശ്രദ്ധിക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആ വെളിച്ചത്തിലേക്ക് നടത്തപ്പെടുന്ന അവന്റെ മുമ്പിലേക്കാണ് യേശു കർത്താവ് വീണ്ടും വരുന്നത്. അവനോട് ചോദിക്കുന്നു, യേശു കർത്താവിൽ വിശ്വസിക്കുന്നുവോ? അവൻ പറയുന്നു, അതാരാണ്? പ്രൈസ് ദി ലോർഡ്. ഞാൻ തന്നെയാണെന്ന് പറയുമ്പോൾ അവൻ പറയുന്നു, വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ആരാധന അർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മുടെ ആത്മീയ കണ്ണ് ഹല്ലേലൂയ തുറക്കപ്പെട്ട്, ഹല്ലേലൂയ, നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ
തിരിച്ചറിയുവാൻ കഴിയുന്നുവെങ്കിൽ, നമ്മുടെ കർത്താവ് ആരാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നുവെങ്കിൽ, ആ നിമിഷം നമ്മളിൽ നിന്ന് വെളിപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം ആരാധന എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നു? ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ആരാണെന്ന് ഇന്ന് പകൽക്കാലം ആ വെളിപ്പാടിനകത്ത് അകക്കണ്ണ് തുറന്നുകൊണ്ട് ഒന്ന് ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളും ആരുടെയും പ്രേരണ കൂടാതെ അധരങ്ങളിൽ നിന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ, ഹല്ലേലൂയ, സ്തുതികളോടെ, സ്തോത്രത്തോടെ, ഹല്ലേലൂയ, ആ ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ ഇടവരും, ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാൻ ഇടവരുമെന്ന് വചന ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകനെ കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആ വെളിപ്പെട്ട് കിട്ടിയ ആമേൻ തേജോമയനായ കർത്താവിന്റെ ആമേൻ ആ ദൈവത്തിന്റെ വെളിപ്പാട് അവന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വന്നപ്പോ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആ കുറവുകളെ ഏറ്റു പറഞ്ഞുകൊണ്ട് ആമേൻ അവന്റെ നാവിനെ ശുദ്ധീകരിക്കുക, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാ. പ്രൈസ് ദി ലോർഡ്. അവിടെ സാറാഫുകൾ ആരാധിക്കുന്ന ആരാധനയെ അവൻ ദർശിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ, ഈ ലോകത്തിനകത്ത് ആത്മീയ വെളിച്ചമുണ്ട് എന്ന് പറയുന്ന അനേകര് ആമേൻ വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തെ ആരാധിക്കാതിരിക്കുമ്പോ, വെളിപ്പെട്ട് കിട്ടിയ കർത്താവിന് മഹത്വം കൊടുക്കാതിരിക്കുമ്പോ, ആമേൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, ക്രൂശിലൂടെ നമുക്ക് വേണ്ടി വെളിപ്പെട്ട ആ സർവശക്തനായ ദൈവത്തെ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ തിരിച്ചറിയുന്ന ദൈവമക്കള് ഒരു പ്രേരണയും കൂടാതെ നന്ദിയുള്ള ഹൃദയത്തോടെ, ഹല്ലേലൂയ, ആ ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ ഇടവരണമെന്ന് വചന ഹൃദയമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ യേശു കർത്താവ് പറയുന്ന ആമേൻ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടനാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. കാണാത്തവര് കാണുവാൻ, പ്രൈസ് ദി ലോർഡ്, കാണുന്നവര് ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് ഭൗതികമായ കാഴ്ചയല്ല, ഇത് ആത്മീയമായ കാഴ്ചയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കാണാത്തവര് കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ കാണുന്നത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. അവർക്കാണ് ആ ദൈവിക വെളിപ്പാടിനെ ദൈവം നൽകി കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആർക്കാ കാണാൻ കഴിയാതിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. കാണുന്നു എന്ന് പറയുകയും കാണാതിരിക്കുകയും ചെയ്യുന്നത് ആരാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആര് ആമേൻ ഈ കർത്താവിനെ ത്യജിക്കുന്നുവോ അവർക്ക് ആമേൻ ഇത് അന്ധതയാണ് എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇത് കേട്ടുകൊണ്ടിരുന്ന പരീശന്മാര് ആമേൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത്, കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാൻ ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. അവനോടുകൂടെ ഉള്ള ചില പരീശന്മാർ ഇത് കേട്ടിട്ട് ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക ദൈവമക്കളെ, യേശു കർത്താവ് വളരെ വ്യക്തമായി പറയുക, കാണാത്തവർ കാണും, കാണുന്നവർ കുരുടരായി തീരും. അപ്പോ ഇത് കേട്ട പരീശന്മാർ ചോദിച്ച ഒരു ചോദ്യം എന്താണ്? ഞങ്ങളും കുരുടരാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവർക്ക് ആത്മീയ അന്ധതയുണ്ടെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവര് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്? ഞങ്ങൾക്ക് കാഴ്ചയുണ്ട്, ഞങ്ങൾക്ക് ദൈവത്തെ അറിയാം, ഞങ്ങൾക്ക് ദൈവിക സത്യങ്ങളെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആമേ പ്രൈസ് ദി ലോർഡ് അവർക്ക് ലഭിച്ച ആത്മീയതയിൽ അവര് ആമേ വിധേയപ്പെടുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവർ അഹങ്കരിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. യഹൂദന്റെ ചിന്ത അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ആമേൻ പ്രൈസ് ദി ലോർഡ് ആമേൻ ഈ കുലത്തിനകത്ത് ജനിച്ചത് കൊണ്ട് ഇനി ഞങ്ങൾക്കൊരു രക്ഷയുടെ ആവശ്യമില്ല, ഞങ്ങൾ ഡയറക്റ്റ് സ്വർഗത്തിൽ പോകുമെന്ന് അവര് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരോടാണ് കർത്താവ് പറഞ്ഞത്, വീണ്ടും ജനിക്കാതെ ആർക്കും ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആമേൻ ലഭിച്ചിരിക്കുന്ന ആത്മീയ വെളിപ്പാടുകളെ, ലഭിച്ചിരിക്കുന്ന ദൈവിക സത്യങ്ങളെ അവരറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ സത്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ല, അവർക്ക് ചലിക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് ആത്മീയ
അന്ധത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൈസലോ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മളെല്ലാം രക്ഷ പ്രാപിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ കണ്ണുകളെ തുറന്ന് ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കുവാൻ അവസരങ്ങൾ നൽകി തന്നിരിക്കുമ്പോൾ, നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും വെളിപ്പെട്ട് കിട്ടുന്ന വചനത്തിനനുസരിച്ച് ഹല്ലേലൂയ നമുക്ക് ചലിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സംഭവിക്കുന്നത് എന്താണ്? നാം ആത്മീയ അന്ധതയിലേക്ക് വഴുതി പോകുന്നതാണെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. വചനം നമ്മൾ കേൾക്കുന്നുണ്ട്, വചനം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെക്കുറിച്ചും യേശുവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒക്കെ പ്രസംഗിക്കാൻ പറഞ്ഞാൽ നമുക്ക് പ്രസംഗിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഈ വചനത്തിനനുസരിച്ച് ഒരു സ്റ്റെപ്പ് വെക്കുക നമ്മുടെ ജീവിതത്തിനകത്ത് ഇടവരുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അല്ല, ഇന്ന് പകൽക്കാലം ഞാൻ ഒന്നും കൂടെ കടത്തി ചോദിക്കട്ടെ, എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുക. ഇന്ന് പകൽക്കാലം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇല്ല എങ്കിൽ ആ വെളിപ്പാടിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു വരുക, നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നിധി വിധേയപ്പെടുത്തുക ഇടവരണമെന്ന് പരിശുദ്ധാത്മാവ് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായവര് ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആ വിഷയത്തെ ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. ആത്മാവിൽ ദരിദ്രരായവര് ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. എന്താ അതിന്റെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. എല്ലാം തികഞ്ഞു എന്നുള്ള ഒരു ചിന്ത എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നാൽ അത് പ്രൈഡ്, അത് അഹങ്കാരമാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ അഹങ്കാരമാ പരീശന്മാർ ചോദിക്കുന്നത്, ഞങ്ങളും കാഴ്ചയില്ലാത്തവരാണെന്നാണോ നീ ചിന്തിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ അവർക്ക് ആമേൻ ഈ വെളിച്ചത്തെ പ്രാപിക്കാൻ ഒരു വഴി ഉണ്ടായിരുന്നു. എന്താ വഴി? പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഞങ്ങൾക്ക് ആത്മീയ അന്ധതയുണ്ട്, ഞങ്ങൾക്ക് കുറവുകളുണ്ട്, ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിനകത്ത് ആ വെളിച്ചത്തെ നൽകുക എൻ്റെ ദൈവം വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ആത്മീയ വെളിച്ചം എങ്ങനെ പ്രാപിക്കാൻ പറ്റും? ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ദൈവത്തിലെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുക, താഴ്ത്തുവാൻ നമുക്ക് ഇടവരണം. ഞാൻ ഒന്നും ആയിട്ടില്ലപ്പാ. ഹല്ലേലൂയ. എനിക്കിതുവരെ ദൈവഹിതം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് ദൈവഹിതത്തെ ചലിക്കാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ആത്മീയ ജീവിതത്തിനകത്ത് ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. അപ്പോ എന്നെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽക്കാലം ഇടവരുന്നുവെങ്കിൽ നമ്മുടെ ശൂന്യതകളെ നികത്തുക, നമ്മളെ ബലപ്പെടുത്തുക, ശക്തീകരിക്കുക. ആ ദൈവം വിശ്വസ്തനാണെന്ന് വചന ഹൃദ്യമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയും ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിനകത്ത് ആമേൻ ആമേൻ ഈ കണ്ടന്റ്മെന്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എല്ലാം തികഞ്ഞു എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മൾ ഹംബിൾ ആകത്തില്ല. ഹല്ലേലൂയ. ഒരിക്കൽ പോലും നമുക്ക് താഴ്മ ധരിക്കാൻ പറ്റത്തില്ല, ഒരിക്കൽ പോലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ആര് തിരിച്ചറിയുന്നു, എൻ്റെ ആത്മീയ ജീവിതത്തിനകത്ത് ഇതുവരെയും ദൈവം ആഗ്രഹിക്കേണ്ടത് പോലെ ഞാൻ ആയി തീർന്നിട്ടില്ല. കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ് ഞാൻ ഇതുവരെയും എത്തിച്ചേർന്നുവെങ്കിലോ കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ പ്രാർത്ഥനയെ ദൈവം കേൾക്കുവാൻ ഇടവരുമെന്ന് വചന ഹൃദയമായി ഓർമ്മപ്പെടുത്തുകയാ. ലവോദിക്കിയ സഭ പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുക. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും ആമേൻ നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ആമേൻ ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ആമേൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കുക, ആ സഭ ആമേൻ സ്വയമായിട്ട് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളെ നോക്കിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഇന്നും നീ സമ്പന്നനായി തീർന്നിട്ടില്ല. ഹല്ലേലൂയ. സമ്പന്നനായി തീരണമെങ്കിൽ ഹല്ലേലൂയ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. തീയിൽ ഊതിക്കഴിച്ച പൊന്നും ഹല്ലേലൂയ നിന്റെ നഗ്നതയുടെ ലജ്ജ
ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവീൻ. ഹല്ലേലൂയ. യഥാർത്ഥ കാഴ്ച എന്താണെന്ന് അറിയാമോ? ആമേൻ. ദൈവത്തെ അറിയുക, ദൈവത്തെ കാണുക, ദൈവത്തിന്റെ വലിപ്പം മനസ്സിലാക്കുക, ദൈവത്തിന്റെ വിശുദ്ധി മനസ്സിലാക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കുക, ദൈവം ആരാണെന്ന് മനസ്സിലാക്കുക. ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിയുന്ന ദൈവത്തിന്റെ മക്കള് ആമേൻ ദൈവത്തിന്റെ പാദമീടെ തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചന ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. ദൈവമക്കളെ, നമ്മൾ ഈ വചനത്തെ ഒന്ന് ഹൃദയത്തിനകത്തേക്ക് ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ മാത്രം പോരാ, എനിക്ക് ഒരു വെളിപ്പാട് വേണം, എനിക്കൊരു ദർശനം വേണം. ഹല്ലേലൂയ. ആമേൻ. ആ വെളിപ്പാടും ദർശനവും എൻ്റെ കർത്താവിനെ കുറിച്ച് അധികമായിട്ട് മനസ്സിലാക്കുക, എൻ്റെ ദൈവത്തെ കുറിച്ച് അധികമായിട്ട് മനസ്സിലാക്കുക. എന്നെ ഇന്ന് പകൽക്കാലം ഒന്ന് സഹായിക്കണം. എന്തിനു വേണ്ടിയാ? ആമേൻ. 1 മണിക്കൂർ പ്രസംഗിക്കുവാൻ വേണ്ടിയല്ല. ആ വിശുദ്ധിയുടെ മുമ്പിൽ എന്നെ തന്നെ ഒന്ന് തട്ടിച്ചു നോക്കിയിട്ട് എൻ്റെ കുറവിനെ മനസ്സിലാക്കി, ഹല്ലേലൂയ, കണ്ണുനീരോടെ ഒന്ന് കരഞ്ഞിട്ട്, ഹല്ലേലൂയ, ആമേൻ, അനുദപിച്ചിട്ട്, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന നിർമ്മലതയിലേക്ക് ഒന്ന് മടങ്ങി വരുവാനുള്ള അവസരമായി അത് തീരണമെന്ന് ദൈവത്തിന്റെ വചന ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുക. ഹല്ലേലൂയ. ആത്മീയമായിട്ടുള്ള വെളിച്ചം വേണമെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നമ്മൾ പറയണം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ആകേണ്ടതുപോലെ ആയി തീർന്നിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ കുറവുണ്ട്. 2, ആമേൻ, ഒരിക്കലും ആത്മീയമായ അഹങ്കാരം നമ്മളിൽ ഉണ്ടാകരുത്. ആമേൻ. ആത്മീയ അഹങ്കാരം ഉണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമിലിറ്റി ഉണ്ടാകത്തില്ല, താഴ്മ ഉണ്ടാകത്തില്ല, കരയാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. ദൈവിക വെളിച്ചം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചത്തിൽ നമ്മൾ നടക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നടക്കുന്നതാണ് ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, 1-2 ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ആമേൻ ഹല്ലേലൂയ ആമേൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസിനെ നമ്മൾ എടുത്ത് പരിശോധിച്ച്, ശൗൽ എന്ന് പറയുന്ന വ്യക്തി ആമേൻ ന്യായപ്രമാണം മുഴുവൻ പഠിച്ച ഒരു വ്യക്തി. ആ കാലഘട്ടത്തിൽ അതിനപ്പുറത്തൊരു വിദ്യാഭ്യാസം ലഭിക്കാനില്ല. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറത്തൊരു അറിവ് ലഭിക്കാനില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശൗൽ വിചാരിച്ചത് എന്താണ്? എനിക്ക് ആമേൻ എൻ്റെ കണ്ണുകളെ ആമേൻ തുറന്നതാണ്, എനിക്ക് ആത്മീയ വെളിച്ചമുണ്ട്, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണ് ആമേൻ പ്രൈസ് ദി ലോർഡ് ശൗൽ വിചാരിച്ചത്. എന്നാൽ ആമേൻ ദമസ്കോസിന്റെ വടിവാതിക്കൽ വെച്ച് യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഹല്ലേലൂയ. നീ ആരാകുന്ന കർത്താവ് എന്ന് ചോദിക്കുമ്പോൾ ആമേൻ ആ കർത്താവ് ആരാണെന്ന് ശൗലിന് വെളിപ്പെട്ട് കിട്ടുകയാണ്. ഹല്ലേലൂയ. അവിടം തൊട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആത്മീയ അഹങ്കാരമല്ല, ദൈവസന്നിധിയിലുള്ള താഴ്മയാ, സമർപ്പണമാ, ദൈവസന്നിധി കാത്തിരിക്കുകയാ. അതുവരെയുള്ള അറിവുകളെല്ലാം പുറകിലെറിഞ്ഞിട്ട്, അതുവരെയുള്ള പദവികളെല്ലാം പുറകിലെറിഞ്ഞിട്ട് ശൗല് ദൈവത്തിന്റെ സന്നിധി താഴുകയാ, ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുകയാ, ദൈവഹിതം മനസ്സിലാക്കുക, ദൈവ ശബ്ദം കേൾക്കുക, തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാ. ഹല്ലേലൂയ. യഥാർത്ഥ വെളിച്ചം അകത്ത് വന്നപ്പോ ഹല്ലേലൂയ സംഭവിച്ച കാര്യം എന്താണ്? ദമസ്കോസിൽ തുടങ്ങി ആമേൻ പൗലോസ് യേശു തന്നെ ക്രിസ്തു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആമേൻ അനേക ദേശങ്ങളിലൂടെ സഞ്ചരിച്ചു, ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. ഹല്ലേലൂയ. അനേകരിലേക്ക് ദൈവത്തിന്റെ വചനം പകർന്നു കൊടുക്കുവാൻ ഇടവന്നു. അനേകരുടെ മാനസാന്തരത്തിന്, വിടുതലിന് കാരണമായി തീരുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ പാരമ്പര്യമല്ല ദൈവത്തിന് വേണ്ടത്. ആമേൻ. ഇന്ന് പകൽക്കാലോ ഹൃദ്യമായി ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിക്കൊണ്ട് ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആമേൻ നല്ല ഹൃദയത്തോടെ വിശുദ്ധിയോടെ ആമേൻ പ്രൈസ് അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്ക ആത്മീയ തലത്തിൽ ഒന്ന് അടുത്തു വരുക ഇന്ന് പകൽക്കാലം നമുക്ക് കഴിയുന്നുവെങ്കിൽ ആ ആത്മീയ തലമാണ് നമുക്ക് വേണ്ടതെന്ന് ദൈവത്തിന്റെ വചന ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. റീബാന ശംദന രാജകസിയാദന, നിങ്ങളുടെ ദൈവം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ആമേൻ നമ്മൾ കേട്ട പ്രസംഗത്തിൽ ഒരു ദൈവമല്ല. ഹല്ലേലൂയ. മറിച്ച് നിങ്ങളുടെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവമായ ഒരു ദൈവമുണ്ട്, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്ന് പറയത്തക്ക ഒരു വെളിപ്പാട് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അവൻ ഇന്ന് പകൽക്കാലം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ആ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഇന്ന് പകൽക്കാലം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഏത് തീച്ചൂളയുടെ നടുവിൽ നിൽക്കുമ്പോഴോ കവിഞ്ഞൊഴുകുന്ന നദി ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോഴും ഹല്ലേലൂയ ഈ തീച്ചൂള എന്നെ ദഹിപ്പിച്ച് കളയത്തില്ല, ഈ നദി എന്നെ മുക്കിക്കളയത്തില്ല. ഹല്ലേലൂയ. അവൻ ഇത് ദൈവ പ്രവൃത്തിക്കാണ്
എന്താണെന്ന് പറയുവോ, നമുക്ക് ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. നമുക്ക് അറിവുകളല്ല വേണ്ടത്, നമുക്ക് ഈ വെളിപ്പാടാണ് വേണ്ടത്. വെളിപ്പാട് അനുഭവത്തിലൂടെ ലഭിക്കുന്നത്. ഹല്ലേലൂയ. വചനം നമുക്ക് ഒത്തിരി കേട്ടിട്ടുണ്ട്. വചനം ജീവിതത്തിന് അനുഭവമാകുമ്പോൾ വചനത്തിനനുസരിച്ച് ചലിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരും പറയണ്ട, നമ്മുടെ കാൽപാദങ്ങൾ വചനത്തിനനുസരിച്ച് ചലിക്കാൻ തുടങ്ങുമെന്ന് ദൈവത്തിന്റെ വചനം ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. വില്യം കേറി എന്ന് പറയുന്ന ദൈവദാസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സ്തോത്രം. വില്യം കേറി ആമേൻ ഒരു കോബ്ലർ ആയിരുന്നു, ഒരു ചെരുപ്പ് കുത്തി അല്ലെങ്കിൽ ഒരു ഷൂ മേക്കർ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. താൻ ഇങ്ങനെ ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദൈവവുമായിട്ടൊരു വലിയ അഭേദ്യമായ ബന്ധം, കർത്താവുമായിട്ടൊരു വലിയ സ്നേഹബന്ധം തനിക്കുണ്ടായിരുന്നു. സ്തോത്രം. തൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം കൊടുത്ത വെളിപ്പാടനുസരിച്ച് സുവിശേഷം അറിയാത്ത ജനത്തിൻ്റെ നടുവിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഈ വില്യം കേറി കടന്നു എന്ന് ഹല്ലേലൂയ തൻ്റെ സഭയുടെ അധ്യക്ഷന്മാരോട് ഈ വിവരം പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇങ്ങനെ ഇതുവരെ സുവിശേഷം കേൾക്കാത്ത ദേശത്ത് പോകണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ലീഡേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ ജാതികളുടെ ഇടയിൽ ഈ സുവിശേഷം എത്തിക്കണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ വില്യം കേറി ഇല്ലേലും അത് സാധിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ ആമേൻ, അവർ പറഞ്ഞൊരു കാര്യം, നിന്റെ ആവശ്യം അതിനില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കാരണം അവൻ ആരാണ്? ഒരു ചെരുപ്പ് കുത്തിയ ഒരു കോബ്ലറാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ചർച്ച് ലീഡേഴ്സ് പറഞ്ഞു, നിന്റെ ആവശ്യം അതിനില്ല, ദൈവത്തിന് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ദൈവം ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചോളൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഹൃദയത്തിനകത്ത് താൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിൽ നിന്ന് വലിയ കാര്യം പ്രതീക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന് വേണ്ടി വലിയ കാര്യം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു, അപ്പോൾ തന്നെ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം നിരാശപ്പെട്ടു പോയില്ല, വീണ്ടും ദൈവസന്നിധി പോയിരുന്ന് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ഹൃദയത്തിനകത്തളങ്ങളിൽ ആമേൻ ലഭിച്ച വെളിപ്പാടിനനുസരിച്ച് താൻ ദൈവത്തിൻ്റെ സന്നിധി പക്വതയിലേക്ക് കടന്നു വരുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നീട് നമുക്കറിയാമല്ലോ ആമേൻ, ആ ദൈവദാസൻ നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു വരുവാൻ ഇടവന്നു. കൽക്കട്ടയിലേക്ക് കടന്നു വന്നു. സെറാംപൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഇന്നുള്ള യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനായി തീരുവാൻ ഇടവന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല, തൻ്റെ ജീവിതാനുഭവങ്ങളെ പരിശോധിച്ച് നോക്കണം. ഹല്ലേലൂയ. താൻ ഇവിടെ കടന്നു വന്നതിന് ശേഷം തൻ്റെ ഭാര്യ ഒരു മാനസിക രോഗിയായി മാറി. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം തൻ്റെ മകൻ മരിച്ചു, അടക്കുവാൻ ആരുമില്ല, തന്നെ കുഴി വെട്ടി ഹല്ലേലൂയ ആ മകനെ അടക്കി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ത്യയിലെ ഭാഷയിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. എല്ലാം ട്രാൻസ്ലേറ്റ് പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ ആ രാത്രിയിൽ വിളക്ക് മറിഞ്ഞു വീണ് ആ ട്രാൻസ്ലേറ്റ് ചെയ്ത് മുഴുവൻ കത്തിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അവിടം കൊണ്ട് താൻ നിരാശനായി തീർന്നില്ല. അകത്തളങ്ങളിൽ ദൈവിക വെളിച്ചം കിട്ടിയ ആ മനുഷ്യന് അനേക ഭാഷകളിലേക്ക് ഹല്ലേലൂയ നിഘണ്ടുവും അതുപോലെ തന്നെ ബൈബിളും പരിഭാഷപ്പെടുത്തി തൻ്റെ ജീവിതം ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഹൃദയമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ദൈവിക സത്യങ്ങളെ അറിയുന്നവരാ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ അറിയാം, നമുക്ക് ദൈവത്തെ അറിയാം. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവിന് നിങ്ങളെ കുറിച്ചുള്ള ആഗ്രഹം എന്താണെന്ന് അറിയാമോ? കർത്താവിന് നിങ്ങളിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹൃദയമായി നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ചില അറിവുകൾ മാത്രമല്ല, അറിവുകൾ പ്രാവർത്തികമാക്കുവാൻ നമുക്കിന്ന് പകൽക്കാലം ഇടവരട്ടെ. പ്രൈസ് ദി ലോർഡ്. ആഗ്രഹങ്ങൾ ഒരുപക്ഷെ എല്ലാവരോടും നമുക്ക് പറയുവാൻ കഴിയത്തില്ല. ഒരു കാര്യം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കിട്ടിയ വെളിപ്പാടിനെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരാളോട് മാത്രമേ നമ്മുടെ വെളിപ്പാടിനെ പറയുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ ആനുപാതികമുള്ള ഒരു വ്യക്തിയോട് മാത്രമേ അത് നമുക്ക് ഷെയർ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവൻ പരിഹസിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ പറയും അവന് വട്ടാണെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വളരെ ഹൃദയമായി നമ്മുടെ ഹൃദയങ്ങളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവമക്കളെ, അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ ഒന്ന് അറിയുക, ആ വെളിപ്പാടിൽ ഒന്ന് പ്രാപിക്കുക, അനുഭവത്തിൽ ഒന്ന് തിരിച്ചറിയുക. ഇന്ന് പകൽക്കാലം ഇടവരുന്നുവെങ്കിൽ അവനോടുള്ള വിശ്വാസത്തിന്റെ ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത്
പറയുന്നത് ആരാധനയാണ്. ആരാധന, ആരാധന. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ തന്നെ പൂർണ്ണമായിട്ട് ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് അവന്റെ വലിപ്പം മനസ്സിലാക്കി, അവന്റെ തേജസ് മനസ്സിലാക്കി, അവന്റെ മഹത്വം മനസ്സിലാക്കി അവൻ ആരാധന അർപ്പിക്കുക. ഇന്ന് പകൽക്കാലം നമുക്ക് ഇടവരട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവന്റെ ഇഷ്ടം മനസ്സിലാക്കി ദൈവത്തിന് പ്രവൃത്തിക്കായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. വില്യം കേറി ആഗ്രഹിച്ചതുപോലെ ഒരു ദൈവ പ്രവൃത്തി. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത്രയും വലിയ കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നില്ലായിരിക്കുക. എന്നാൽ ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ചെറുതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാക്കുന്നു? ആമേൻ. വില്യം കേറി ആ കാലഘട്ടത്തിൽ മറ്റൊരു രാജ്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ ആമേൻ തന്റെ ജീവൻ പോലും പണയം വെച്ചിട്ടാ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്രമാത്രം പ്രതികൂലങ്ങളും പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത്രയും വലിയ കാര്യങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ. ആമേൻ. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് പ്രാർത്ഥിക്കാനായിരിക്കുക, അത് ദൈവനാമത്തിന് ചുമല് കൊടുക്കുവാനായിരിക്കുക. ആമേൻ. ഏതൊരു കാര്യമാകട്ടെ അത് ചെറുതെന്നോ വലുതെന്നോ ഇല്ല. ആമേൻ. എന്നെ ഏൽപ്പിച്ചത് എന്താണോ അത് ഞാൻ ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് സന്തോഷമെന്ന് ദൈവത്തിന്റെ വചന ഹൃദയമായിട്ട് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുക. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് കാഴ്ചയുണ്ട് എന്ന് പറയുന്ന പരീശന്മാര് ആമെ കുരുട്ടരായി തീരുവാൻ ഇട വന്നപ്പോ, കുരുടനായിരുന്ന ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷകളും ഇല്ലായിരുന്നു. അവനിൽ ഒരു സൗഖ്യമുണ്ടായി എന്ന് മാത്രമല്ല, അവൻ ആ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ആമൻ യഥാർത്ഥ രക്ഷകനെ തിരിച്ചറിഞ്ഞ് അവന് കൊടുക്കേണ്ട ആരാധന കൊടുക്കുക അവന്റെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അവന്റെ അകക്കണ്ണുകളെ ദൈവം തുറക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ആമൻ ഏത് മരുഭൂമിയുടെ നടുവിലും ഹല്ലേലൂയ ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഒരുക്കുന്ന ചില അത്ഭുതകരമായ വഴികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ വഴികളെ നമ്മുടെ അകക്കണ്ണ് തുറന്നൊന്ന് കാണുക ഇന്ന് പകൽക്കാലം കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇടവരുമെന്ന് ദൈവത്തിന്റെ വചന ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുക. ഹല്ലേലൂയ. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ശുദ്ധീകരണം, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ആരാധന. ഹല്ലേലൂയ. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ദൈവ പ്രവൃത്തി, അതിനുവേണ്ടി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ.